എന്റെ ഗൗരി, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത്? എന്റെ പൊന്നമ്മ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അമ്മൂമ്മ കറക്റ്റ് കാര്യം ഞാൻ പറയാം. അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കളയിലോട്ട് വിളിച്ചിട്ട് പറയൂലേ, പണിയെട് അതെട് ഇതെടെന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ വഴക്ക് പറയുവോ? ഇഷ്ടമല്ല. എന്നോട് ഇന്നലെ പറഞ്ഞ്, എന്നോട് മാത്രമല്ല പാറു, നീ കേട്ടില്ലേടി? ഞാനും കേട്ടായിരുന്നു. അമ്മായി എന്തായാലും അമ്മൂമ്മ എടുത്ത് ഇങ്ങനെ വേണ്ടായിരുന്നു. എന്റെ പൊന്നമ്മ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ പിള്ളേർ ഓരോന്നും വെറുതെ പറയണേ. പിന്നെ നീ എന്തിനാ ശത്രു സംഹാര പൂജ നടത്തിയേ? അത് പിന്നെ കണ്ട വിൽക്കണ്ട ഉത്തരവില്ല. എടാ, ഞാൻ ഹോട്ടലിന്റെ പേര് നടത്തിയടാ. ഇതുവരെയായിട്ടും തുറക്കാത്ത ഹോട്ടലിന് എവിടെ നമ്മായി ശത്രുക്കൾ? എടാ, നമുക്ക് അറിഞ്ഞൂടല്ലോ ശത്രുക്കൾ ഉണ്ടോ ഇല്ലേന്ന്. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ശത്രുക്കൾ ഉണ്ടോ ഇല്ലെന്ന്. ഇനിയിപ്പൊ അമ്മൂമ്മയോ മരുമോളും തമ്പി എന്തരാന്ന് വെച്ചാ ആയിക്കോ, എനിക്ക് അറിഞ്ഞൂടാ. ബാ മക്കളെ പാറു, നമുക്ക് പോവാ. അമ്മ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നോക്കിട്ടോ. വേണ്ട, നീ നോക്കണ്ട. നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ നിന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചുമ്മാ അല്ല നീ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാതിരുന്നത്. അയ്യോ അമ്മ, അങ്ങനെയൊന്നും ഇല്ല. അമ്മ ഇത് വളച്ചൊടിക്കല്ല. ഇത് അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാതിരുന്നത് മനഃപൂർവ്വം. കണ്ടാ ചെറുക്കാന്ന് എന്നോട് ദേഷ്യപ്പെടുന്നത്. ഇനിയിപ്പൊ സത്യം പൊളിച്ച് പറയുന്നവർക്കല്ലേലും പണ്ട് മുതലും വിലയില്ലല്ലോ. അമ്മ ഇതൊന്നും കേട്ട് വിശ്വസിക്കല്ലേ അമ്മ ഞാൻ നോക്കട്ടെ. വേണ്ട, എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്. ഞാൻ ആ ജോത്സ്യനെ ഒന്ന് വിളിക്കട്ടെ. ഇതിന് പരിഹാരക്രിയ എന്തെങ്കിലും കാണണമല്ലോ. എന്റെ പൊന്ന് കനകേച്ചി, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അയ്യോ, എനിക്ക് തെരിയുമില്ല, നീ അപ്പടിയെല്ലാം പണ്ണ മാട്ടേന്ന്. ഇതാ പാറും കേശും കൂടെ എനിക്കിട്ട് വച്ച പണിയാണ്. അത് കറക്റ്റ്. നീ കാലയില കേസുവ തിട്ടിനല്ല, അതുക്ക് അവൻ പഴി വാങ്ങറാൻ. ഇനി അമ്മ എന്ത് പറഞ്ഞു മനസ്സിലാക്കും? എന്റെ കാലക്കേടിനാണെങ്കിൽ കയ്യും മുറിഞ്ഞു. ഇനി ഞാൻ പൂജ ചെയ്യുന്നോണ്ടാണെന്നല്ലേ അമ്മ വിശ്വസിക്കോളൂ. கௌரி, நீ வருத்தப்படாத. அம்மாவை சொல்லி புரிய வைக்கிறதுக்கு என்கிட்ட ஒரு ஐடியா இருக்கு. എന്താ ഐഡിയ? എവിടൊക്കെയോ പോയിട്ട് ഉറക്കം വെച്ചിട്ട് വന്നേക്കുവോ? അമ്മായി എന്തോ ബാഗൊക്കെ തൂക്കി. ഞാൻ പോണു. എവിടെ? എങ്ങോട്ടെങ്കിലും പോണു. എല്ലാരോടും പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. എവിടെ പോയെന്ന് പറയണം. എങ്ങോട്ടെങ്കിലും പോയെന്ന് പറഞ്ഞാ മതി. അമ്മായി ശരിക്കും പറഞ്ഞാണോ? ശരിക്കും പറഞ്ഞതാ. ഞാൻ മിസ് ചെയ്യും പാറു. നന്നായിട്ട് പഠിക്കണേ. ഞാൻ പോയെന്ന് പറഞ്ഞാൽ മതി. കേശോട്ട് എണീക്കുമ്പം കേശോട്ടിനോടും പറഞ്ഞേക്ക്. അമ്മായി, ഏട്ടാ, ബാഗൊക്കെ തൂക്കി അമ്മായി പോയി. ഏതമ്മായി? നമ്മുടെ അമ്മായി. ബാഗ് തൂക്കി എങ്ങോട്ട് പോയെന്ന് എന്തോന്നറിയ പറയണേ? എനിക്ക് ഒന്നും കൊണ്ട് ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയൂ. നമ്മുടെ അമ്മായി ബാഗൊക്കെ തൂക്കി എങ്ങോട്ടാ പോയി? ഡേയ് പാറു, കളി സീരിയസ് ആയ? സീരിയസ് ആയെന്നല്ല, സീരിയസ് ആയി. എടി, അമ്മായി ഇവിടുന്ന് പോയാ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല കൊച്ചേ. അമ്മായി, അമ്മായി, അമ്മായിയേ, 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 അമ്മായി, എവിടെ? ആ അമ്മായിയേ, ഗൗരമ്മായി, ഗൗരമ്മായിയേ, അമ്മായി, അമ്മായിയേ, അമ്മായിയേ, എവിടെ? ആന്നോ? നീ അല്ലേ പറഞ്ഞ പുറത്തോട്ടിറങ്ങി വന്നെന്ന്? അമ്മായിയേ, നീ അല്ലേ പറഞ്ഞ പുറത്തോട്ടിറങ്ങി വന്നെന്ന്? എന്നിട്ടിപ്പോ അമ്മായി എവിടെ? മിക്കവാറും വണ്ടി വിളിച്ചിട്ടിട്ടായിരിക്കും ഇറങ്ങി അങ്ങനെ തന്നെ പോയി കാണും. അമ്മായി, എക്കോയാ എന്റെ വിളിക്കുമ്പോ കൂടെ വിളിക്കാനായിട്ട്. ചിരിക്കണോ നീ? അമ്മായി ഇറങ്ങി പോയേക്കണ്. കുട്ടുമാമ വിളിച്ചിട്ട് എന്റെ ഭാര്യ എവിടെ ചോദിച്ചാ നമ്മൾ എന്തോ പറയും? അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചാ എന്താ പറയാ? എനിക്ക് അറിഞ്ഞൂടാ. ഒക്കെ ഞാൻ ആരുടെ ഐഡിയ എന്ന് ചോദിച്ചാ നിന്റെ ഐഡിയ എന്ന് പറയട്ടാ. ഓ, അതിന് മാത്രം ക്യാഷ് ചേട്ടാ, ബാക്കി എല്ലാത്തിനും സെറ്റ് കൂടെ ഉണ്ട്. ഇത് എന്തുവാടാ രണ്ടും കൂടെ കിടന്ന് വിളിച്ചു ഊന്നേ? എന്താ രണ്ടും കൂടെ കിടന്ന് വിളിച്ചു ഊന്നേന്ന്? അമ്മായി പോയി. പോയാ? എങ്ങോട്ടാന്ന് വെച്ചപ്പോട്ടെ, എനിക്കെന്താ വേണം? അയ്യോ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ എങ്ങനെയാ പറയണ്ടെന്നേ? എന്നെ തകർക്കാൻ വേണ്ടി പൂജ ചെയ്തവളെ പിന്നെ ഞാൻ എന്തോ പറയണം? അവിടെയാണ് കോമഡി. അമ്മൂമ്മ പിന്നെ ഇത് ഞാനും പാറും കൂടെ ചെയ്തൊരു പ്രാങ്ക് ആയിരുന്നു. പ്രാങ്കോ? അതെന്തുവാ? അതായത്
കറക്റ്റ് പറഞ്ഞാല് ചേട്ടന്റെ ഐഡിയ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.